ഇതിൽ 3 ചോദ്യം. ഇതൊരു എലിമിനേഷൻ റൗണ്ടും കൂടിയാണ്. 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങളിൽ 2 എണ്ണമെങ്കിലും ശരിയുത്തരം നൽകണം. ഒരു ടീം ശരിയുത്തരം നൽകിയാൽ അകത്ത് കയറി ഗെയിം കളിച്ച് ജയിക്കാനുള്ളത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോ ഹാൻഡ്സ് ഓൺ ദ ബസർ. റെഡി മോളെ? ജനറൽ ക്വസ്റ്റ്യൻ അല്ലേ? ജനറൽ ക്വസ്റ്റ്യൻ. 2 പേരിൽ ആർക്ക് വേണമെങ്കിലും ഉത്തരം തരാം. ഉത്തരം തരണതിന് ഞങ്ങൾ കൈ മാറ്റണോ? കൈയോടെ വെച്ചോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. കൊക്കക്കോള കമ്പനിയുടെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന വേൾഡ് ഓഫ് കൊക്കക്കോള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ്? യെസ്. അറിയില്ല, പക്ഷെ നോക്കാം. പറയൂ. ഏത് നഗരത്തിലാണ്? ന്യൂയോർക്ക്. ന്യൂയോർക്ക് തെറ്റായിട്ടുള്ള ഉത്തരം. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പിഷാരടിയും സ്റ്റീഫനും MG ശ്രീകുമാറും കൂടി ഒരു ഷോ ആണ്. ഷിക്കാഗോ. ഷിക്കാഗോ ആണോ? ഷിക്കാഗോ തെറ്റാണ്. തെറ്റാണ്. ഫ്ലോറിഡോ? ഫ്ലോറിഡയും തെറ്റാണ്. അറ്റ്ലാന്റയ. അറ്റ്ലാന്റയ. അറിയില്ല. അറ്റ്ലാന്റയ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏത് ഇന്ത്യൻ ഹോക്കി താരത്തിന്റെ പേരിലാണ് 1936 ജർമ്മനിയിൽ ഒരു തെരുവും ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയവും നാമകരണം ചെയ്തിട്ടുള്ളത്? യെസ്. ധ്യാൻചന്ദ്. ഇദ്ദേഹത്തിന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഹിറ്റ്ലർ അദ്ദേഹത്തിനെ ജർമ്മൻ ടീമിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുക, അത്തരത്തിലുള്ള. എന്തായാലും ധ്യാൻചന്ദ് അല്ല. ശരിയായ ഉത്തരം ധ്യാൻചന്ദ് അല്ല. അല്ല, അല്ല, തെറ്റാണ്. ഒരു കുറച്ച് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഈ ഹോക്കി ടീമിന്റെ പേരിലാണ് അതിനെ കറക്കി കുത്താം. അല്ലാതെ നമ്മൾ യാതൊരു ബന്ധമില്ല. ധ്യാൻചന്ദിനെ അറിയാം. ധ്യാൻചന്ദിന്റെ ഫാമിലിയിലും ആൾക്കാരുണ്ടായിരുന്നില്ലേ ഹോക്കി കളിക്കണേ? റൂപ് സിംഗ് ആണ് ശരിയായ ഉത്തരം. ആദ്യമായിട്ട് കേൾക്കാം. റൂപ് സിംഗ്. അദ്ദേഹത്തിന്റെ പേരിലാണ് സ്റ്റേഡിയം ഉള്ളത്. ഗ്വാളിയറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് റൂപ് സിംഗ്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആർക്ക് വേണേലും അത് തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുള്ളത്. വളരെ കോൺഫിഡന്റ് ധ്യാൻചന്ദ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോ അങ്ങനെ ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിച്ചു. നിങ്ങൾ 2 പേരുമായിട്ട്, അതായത് നിങ്ങളുടെ 2 പേരുടെ ടീമുകൾ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു.